നമ്മുടെ നാടിൻ്റെ ആഘോഷമാണെന്ന് നേരത്തെ പറഞ്ഞത്. 22 വർഷത്തോളമായി യാക്കോബായ സുറിയാനി സഭയുടെ തലവനാണ് ശ്രേഷ്ഠ ബാവ. ആ നിലക്ക് കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകൾക്ക് സാരഥ്യം വഹിക്കുന്നതിൽ ഇന്ന് ഏറ്റവും അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് ബാവ തിരുമേനി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്രൈസ്തവർക്കാകെ മാർഗദർശനം നൽകാനുള്ള സവിശേഷമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഈ ഘട്ടത്തിലുണ്ട്. കാരണം ആട്ടിൻതോൽ ധരിച്ച ചെന്നായ്ക്കൾ കേരള സമൂഹത്തിന്റെ ആകെ ശാന്തിയെയും സമാധാനത്തെയും അസ്ഥിരപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്ന കാലമാണിത്. അവയെ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാനും അതിജീവിക്കാനും നമുക്ക് കഴിയണം. കാരണം സമാധാനവും ശാന്തിയുമുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ നാടിനു വേണ്ട വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും വിളനിലമായ കേരളത്തിലെ ജനത സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിന് സഹായകമാകുന്ന വിധത്തിൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലാകെ സമാധാനം പുലരുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള വലിയ ഉത്തരവാദിത്വവും അഭിവന്ദ്യ ശ്രേഷ്ഠഭാവയ്ക്കുണ്ട്. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ്. യേശുവിനെ സമാധാനത്തിന് രാജകുമാരനായാണ് ക്രൈസ്തവർ കാണുന്നത്. യേശുവിന്റെ ശിഷ്യനായ അഭിവന്ദ്യ ശ്രേഷ്ഠ ബാബാക്ക് ഈ സമാധാനം തന്റെ വിശ്വാസ സമൂഹമായി പങ്കുവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതാകട്ടെ സഭ മാത്രമല്ല, കേരള സമൂഹമാകെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും കേരളത്തെ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് കേരളത്തിലെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ ബദൽ വികസന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി, സംവരണാനുകൂല്യം ലഭിക്കാത്ത വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി, അർഹതപ്പെട്ടവർക്കെല്ലാം സംവരണാനുകൂല്യം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയൊക്കെ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ സമഗ്രമായ കാഴ്ചപ്പാട് മുൻനിർത്തിയുള്ളവയാണ്. സഭയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ